കറണ്ടിൽ ചെയ്യാനുള്ളത് നമ്മുടെ MR വെറ്റിനറി കോളേജിൻ്റെ കാറ്റിൽ ഫാമിനകത്താണുള്ളത്. ഇത് ഭയങ്കര ലാർജ് ആയിട്ടുള്ള ഒരു കാറ്റിൽ ഫാമാണ്. സോ നമുക്ക് എന്ത് ഇവരുടെ ഫാമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും പ്രാക്ടിക്കലിലെ സ്റ്റുഡൻസിന് ഒരു പ്രോബ്ലമേ വരാൻ പോകുന്നില്ല. കാര്യം അവർക്ക് കാറ്റിൽ ഫാം ഉണ്ട്, അത് കൂടാണ്ട് ഗോട്ട് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ സാധനത്തിൻ്റെയും ഫാം സെപ്പറേറ്റ് തന്നെയാണ് ഉള്ളത്. ഇത് വളരെ വലിയൊരു ഫാമാണ്. നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ നടന്നിട്ട് ഈ ഒരു ഫാം കണ്ടു നോക്കാം. MR വെറ്റിനറി കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഹരിയാനയിലാണ്. ഇന്ത്യയിൽ നമുക്ക് പ്രൈവറ്റ് വെറ്റിനറി കോളേജ് അവൈലബിൾ ആയിട്ടുള്ള 2 സ്റ്റേറ്റ്സ് ആണുള്ളത്, ഒന്ന് രാജസ്ഥാനും പിന്നെ ഹരിയാനയും. ഹരിയാനയിലുള്ള കോളേജസ് എടുക്കുന്ന സമയത്ത് ഹരിയാനയിലുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെറ്റിനറി കോളേജാണ് MR വെറ്റിനറി കോളേജ്. ഹരിയാനയിൽ നിന്നല്ല, നമുക്ക് ഇന്ത്യയിൽ ടോട്ടലായിട്ട് ഏകദേശം ഒരു 12ഓളം വെറ്റിനറി കോളേജസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈവറ്റ് സെക്ടറിൽ. ഈ ഒരു 12 വെറ്റിനറി കോളേജസിൽ മികച്ച ഒരു 5 കോളേജസ് എടുക്കുകയാണെങ്കിൽ അതിൽ പെടുന്ന ഒരു കോളേജ് തന്നെയാണ് MR വെറ്റിനറി കോളേജ്. ഈ ഒരു കാറ്റിൽ ഫാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിന്റെ വളരെ നിയർ ആയിട്ടാണ്. ജസ്റ്റ് ഒരു 100 മീറ്റേഴ്സിന്റെ ഡിഫറൻസ് പോലും ഇല്ല കാറ്റിൽ ഫാം സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോബ്ലം ആവാനായിട്ട് പോകുന്നില്ല. ഏകദേശം ഒരു 1000ന് മുകളിലുള്ള അനിമൽസ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റുഡൻസിന്റെ പ്രാക്ടിക്കൽ നോളജിനകത്ത് MRൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എന്തായാലും വറീഡ് ആവേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മളിവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് നീറ്റിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നീറ്റ് കമ്പൽസറി ആയിട്ട് പോകണമെന്നൊരു റൂള് ഇതുവരെ വെറ്റിനറിയെ സംബന്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഹരിയാനയിലെ കേസ് എടുക്കുന്ന സമയത്ത് നമ്മൾ നീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മിനിമം നമുക്ക് 1 മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് കൂടാണ്ട് നമുക്ക് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ +2ന്റെ മാർക്കും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ട്യൂഷൻ ഫീസ് വരുന്നത് ഏകദേശം ഒരു 6 ലക്ഷം രൂപയാണ് ഇവിടുത്തെ ട്യൂഷൻ ഫീസ് വരുന്ന വർഷം. പിന്നെ ഹോസ്റ്റൽ ആൻഡ് ഫുഡ് സെപ്പറേറ്റ് വരും. സോ ഇവിടുത്തെ കോളേജിന്റെ ബഡ്ജറ്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു 30 to 35 lakhs ബഡ്ജറ്റിലാണ് ഇവിടെയുള്ള എല്ലാ കോളേജസും വരുന്നത്. അതായത് 5 ഇയറിന്റെ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ, ഫുഡ് എല്ലാം ചേർത്ത് വരുമ്പോൾ ഏകദേശം ഒരു 30 മുതൽ 35 ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് വരുന്ന കോളേജസ് ആണ് നമുക്ക് ഹരിയാനയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹരിയാനയിലെ കോളേജസ് വരുന്നത് ലാലാ ലജ്പത് റായ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. ലാലാ ലജ്പത് റായ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള വെറ്റിനറി യൂണിവേഴ്സിറ്റി പോലെ ഹരിയാനയിലെ ഗവൺമെന്റ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ കോളേജുകൾക്കും നമുക്ക് വെറ്റിനറി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അപ്രൂവലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹരിയാനയിൽ പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ വന്നിട്ട് നമുക്ക് കേരള PSC എഴുതിയോ അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ട് രജിസ്ട്രേഷനോട് കൂടെ തന്നെ നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ വെറ്റിനറി ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കും. ഇപ്പൊ പ്രൈവറ്റിൽ വെറ്റിനറി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പല വിദ്യാർത്ഥികളുടെയും വലിയൊരു ഡൗട്ടാണ് നമുക്ക് ഗവൺമെന്റ് രജിസ്ട്രേഷൻ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. അത്തരത്തിലുള്ള ഒരു ഡൗട്ട് ഒന്നും നമുക്ക് ഹരിയാനയിലുള്ള കോളേജസിനെ സംബന്ധിച്ചിട്ട് വേണ്ട. +2 കഴിഞ്ഞതിന് ശേഷം പ്രൈവറ്റ് കോളേജസിൽ നിങ്ങൾ വെറ്റിനറി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് MR വെറ്റിനറി കോളേജ്. സോ MR വെറ്റിനറി കോളേജിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായും കോൺടാക്ട് ചെയ്യുക.